ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭ്യമാകാത്തതിനാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചേക്കില്ല. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഇന്ന് ഹാജരാക്കും. സ്വർണ്ണപ്പാളികളിൽ അട്ടിമറിയുണ്ടോ എന്നറിയാനും നഷ്ടമായ സ്വർണത്തിന്റെ യഥാർത്ഥ അളവ് ശാസ്ത്രീയമായി സ്ഥിരീകരിക്കാനും കോടതി നിർദ്ദേശപ്രകാരമാണ് പാളികളിൽ നിന്ന് വീണ്ടും സാമ്പിൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചത്. നവമി ദിനേശ് നവമി, ഗുഡ് മോർണിംഗ്. അപ്പോൾ എങ്ങനെയാണ് സ്വർണ്ണപ്പാളി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ്ടും ഹൈക്കോടതിയിൽ വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമായിരിക്കും അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുക. അതിനു മുൻപ് സമർപ്പിക്കാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്. കാരണം ഈ ജംഷഡ്പൂരിലെ ലാബിൽ നിന്നും ഇതിന്റെ പരിശോധനാ ഫലം ഇതുവരേക്കും ലഭ്യമായിട്ടില്ല. അത് ലഭ്യമായതിനു ശേഷം മാത്രമായിരിക്കും ഇത് കോടതിയിൽ സമർപ്പിക്കുക. എന്തായാലും SITയുടെ തലവൻ നേരിട്ട് ഹാജരാകും, ഇന്ന് ഹാജരാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മാർച്ച് 31-നകം അന്തിമ റിപ്പോർട്ട് നൽകാം എന്നായിരിക്കും SIT ഇന്ന് കോടതിയിൽ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലൊരു മറുപടിയായിരിക്കും കോടതിയിൽ ഇന്ന് സമർപ്പിക്കാനുള്ളൊരു സാധ്യത. അതോടൊപ്പം തന്നെ ഈ ലാബിൽ നിന്ന് പരിശോധനാ ഫലം ലഭിച്ചതിന് ശേഷം ഈ ഒരു തവണ കൂടി SIT പ്രതികളെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, ഈ അളവിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്നോ മറ്റും കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പ്രതികളെ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. ഇതിനുശേഷം ഈ ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠാ കേസിലെ അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന വിജിലൻസ് ദേവസ്വം ബ്രാഞ്ചിന് കൈമാറുകയും ചെയ്യും. കേസിൽ FIR രജിസ്റ്റർ ചെയ്തത് അന്വേഷിക്കണോ എന്നതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുത്തേക്കും. അങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും കോടതിയുടെ മുന്നിലേക്ക് എത്തുക. ആദ്യത്തേത് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ, അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ അല്പം കാലതാമസം ഉണ്ടാകുമെന്ന് കോടതി അറിയിക്കും. മാർച്ച് 31-നകമോ അല്ലെങ്കിൽ മാർച്ച് 30, ചിലപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഈ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നത്. SIT സംഘത്തോട് അന്വേഷിക്കുമ്പോൾ അവർ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പരിശോധനാ ഫലം ലഭിക്കാൻ അല്പം വൈകും എന്നുകൂടി അറിയുന്നുണ്ട്. ലഭിച്ചാൽ ശേഷം ഈ പ്രതികളെ ചിലപ്പോൾ ഒരിക്കൽ കൂടി ചോദ്യം ചെയ്തേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഈ ഹൈക്കോടതി സ്വമേധയാ എടുത്ത ശബരിമല സ്വർണ്ണക്കേസിലെ ഹർജി ഇന്ന് പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നവമി ദിനേശ്, കൊച്ചിയിൽ നിന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.